Hello friends, welcome to the 𝙑𝙞𝙙𝙬𝙧 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റ് ആണ്. ഓവർ ദ ഇയർ അല്ലെങ്കിൽ ഓൺ ദ ഇയർ എന്നൊക്കെ പറയുന്ന മോഡൽ. എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ പുറത്ത് വയ്ക്കുന്ന ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ENT ഡോക്ടർമാരൊക്കെ ആക്ച്വലി പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഓവർ ദ ഇയർ വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇയർ ഡ്രമ്മിൻ്റെ ഏറ്റവും എന്താ പറയുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് നമ്മുടെ ഇയർ ഡ്രമ്മിൽ നിന്ന് ഇരിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ഇയർ ഡ്രമ്മിന് നല്ലത്. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇയർ ബഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ അത് മിനിമം നമുക്കൊരു അടുപ്പിച്ച് കണ്ടിന്യൂസ്ലി 20 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ എന്താ പറയുക WHO അതുപോലത്തെ അങ്ങനെ നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിന് കേടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു എന്താ പറയുക ഒരു ഓവർ ദ ഹെഡ്ഫോൺ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതും വയർലെസ് ആയിട്ട്. അത് ഹാമർ ബ്രാൻഡുണ്ട്. ഹാമർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ്. ആക്ച്വലി ഇവർക്ക് ഇയർ ബഡ്സ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഇവർക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ എന്തായാലും ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ഉണ്ട്. 2000 രൂപ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇതിൽ MRP കൊടുത്തേക്കുന്നത് 8245 ആണ്. അപ്പോൾ അതാണ് വെച്ചാൽ MRP കൊടുത്തേക്കുന്നത് 8000 ഒക്കെയാണ്. അപ്പോൾ ഒരു പ്രീമിയം സെക്ടറിലേക്കൊക്കെ നോക്കിയിട്ടാണ് കൊണ്ട് ഒരു റിലീസ് ചെയ്തേക്കുന്നത് ആക്ച്വലി. പക്ഷേ നമുക്ക് ബൈയിങ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 1999 വരുന്നത്. 2 മോഡൽ തന്നെ ഉണ്ട്. 2 കളേഴ്സായിട്ടാണ് വരുന്നത്. 2 മോഡലായിട്ട്. ഇത് ആക്ച്വലി ഒരു ഗോൾഡ് കളറൊക്കെ ആയിട്ട് മിക്സാണ്. നല്ല കാണാൻ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ്. സൗണ്ടും അത്യാവശ്യം നല്ല ബാസൊക്കെ ഉള്ള ടൈപ്പാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അറിയാം 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത് 10 മീറ്റർ വരുന്നുണ്ട്. ഫ്രീക്വൻസി അത് ബാറ്ററി സ്പെസിഫിക്കേഷൻ വരുന്നത് 3000 mAh ആണ് കേട്ടോ. 300 mAh ആണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ചാർജിങ് ടൈം വരുന്നത് 8 മണിക്കൂറാണ് കേട്ടോ. അല്ല 2 മണിക്കൂറാണ്. നമുക്ക് ബാക്കപ്പ് 8 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബോക്സ് അടുത്ത് പരിചയപ്പെടുത്തി തരാം. സീൽഡ് പാക്കേജ് തന്നെയുണ്ട്. ആക്ച്വലി ഇത് നമുക്ക് ഒരു ബോട്ട് കമ്പനി ഉണ്ടല്ലോ, നിങ്ങൾ അറിയും. ബോട്ട് കമ്പനിയായിട്ട് ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ CEO ഒക്കെ ഇതിൽ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹാമറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ ഇനിയും വലുതാവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇതൊരു ഗിവ് അവേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ പുതിയ പാക്കേജാണ്, സീൽഡ് പാക്കേജാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഹെഡ്ഫോൺ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ ഗിവ് അവേ പങ്കെടുക്കാനുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ഗിവ് അവേ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ റിയൽമി ബഡ്സ് Air 3 OnePlusൻ്റെയും. അപ്പോൾ അത് കാണാത്തൊരു പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കാൻ മുകളിൽ. അപ്പോൾ അതിൻ്റെ അതേ റൂൾ തന്നെയാണ്. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് 2500 വ്യൂസ് ആകുമ്പോഴാണ്. 2500 വ്യൂസ് അതുപോലെ തന്നെ 250 ലൈക്സ് ആകുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും. ആക്ച്വലി നമ്മൾ എന്താ പറയുക റാൻഡം പിക്കർ ഉപയോഗിച്ചിട്ടാണ് കമൻറ്റ്സ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Instagram Facebook ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ 2500 വ്യൂ എത്തുമ്പോൾ നമ്മളിത് അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇടിവിട്ടൊരു സംഭവമാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാത്തിനും യൂട്യൂബ് കമൻറ്റ് ഫുൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ആമസോണിൻ്റെ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോൺ സ്റ്റോർ ലിങ്ക് ഞാൻ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ എല്ലാത്തിനെയും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട് ഒരു ഹോം പേജ് പോലെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കാൻ തോന്നുന്നു. എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നോർമൽ നമ്മുടെ ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. എക്സ്ട്രാ കാശുകളൊന്നും വേണ്ട തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽസിലേക്ക് പോയാലോ. സൗണ്ടും അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ബാസിൻ്റെ ഒരു എഫക്റ്റൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല ബാസ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കൊന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോക്ക്. അപ്പോൾ നമ്മുടെ ഹാമറിൻ്റെ ബോക്സ് ഇതാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബോക്സ് ഒന്ന് പരിചയം ഹാമറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പമ്പ് അപ്പ് ദ ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡലായിട്ടുള്ള ബാഷ് 2.0 ഹെഡ്ഫോൺ കംഫർട്ടബിൾ വയർലെസ് ഹെഡ്ഫോൺ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ചെറിയൊരു പടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്രൊഡക്റ്റ് പാരാമീറ്റർ കുറച്ച് സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5 അതുപോലെ ബാറ്ററി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP കൊടുത്തിരിക്കുന്നത് 8245 ആണ്. ഡിസംബർ 2021. അതുപോലെ കസ്റ്റമർ കംപ്ലയിൻറ്റ് കോൺടാക്റ്റ് ഹരിയാന എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 6 മാസമാണ് നമുക്ക് ഇതിൽ വാറണ്ടി വരുന്നത്. സർവീസ് കോൺടാക്റ്റ് ഇൻഫോസ് ഹാമർ online.in വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ ഫീച്ചേഴ്സായിട്ട് വയർലെസ് ആണ്, ക്വാളിറ്റി, സൗണ്ട്, എൻഡ്യൂറൻസ്, നമ്മുടെ സ്റ്റിക്കർ വന്നിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഔട്ടർ ലെയറിൽ നിന്ന് എടുക്കാം.
ഇങ്ങനെയാണപ്പോൾ നേരത്തെ സുഖമായിട്ട് കിട്ടിയതാണല്ലോ, ഇപ്പോൾ കിട്ടണില്ല. നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഇത് ഞാൻ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വഴിക്കൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഓപ്പണിങ് വരുന്നത്. നല്ല ടൈറ്റാണ് കേട്ടോ. ഒരു വയലറ്റ് ബോക്സാണ് ഉള്ളിൽ വരുന്നത്. സീൽഡാണ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സീൽഡ് പാക്കാണ്. അപ്പോൾ ഞാൻ സീൽ കട്ട് ചെയ്യാം. ബോക്സ് അത്യാവശ്യം വലുതാണ്, അപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കൊള്ളാൻ കുറച്ച് പാടാം. അതാണ് ചെറുതായിട്ട് കട്ടാവുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു ബോക്സ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ, അതിനുള്ളിൽ അത് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ഒന്നല്ല. അപ്പോൾ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കേജിങ് ആയിട്ട് അവർ ഈ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പാഡിങ് വരുന്നുണ്ട്, കണ്ടോ കണ്ടോ, നല്ല പാഡിങ് വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റി പാഡിങ് വന്നിട്ടുണ്ട്. ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വാറണ്ടി രജിസ്ട്രേഷനായിട്ടൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇതിൽ 7 ദിവസത്തിലുള്ള വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അവർ സൈറ്റായിട്ടുള്ള www.hammeronline.in എന്നൊരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് യുവർ വാറണ്ടി ഫോർ 2 months ആയിട്ട് അവർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ വാറണ്ടി നമുക്ക് 2 months കൂടി ഇൻക്രീസ് ചെയ്ത് തരുന്നതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ വയറുണ്ടല്ലോ. ഇത് നമുക്ക് ഓക്സ് കേബിൾ വന്നിട്ടുണ്ട്. നമുക്കിത് വയർലെസ് ആയിട്ടും ഉപയോഗിക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. 2 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോ USB to USB കേബിൾ ചാർജിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് 1 പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ എന്തായാലും ഇതിൽ കിടക്കട്ടെ. നമ്മുടെ ഒരു കേബിളും കിടക്കട്ടെ. മൈക്രോ USB നമ്മൾ എന്തായാലും ഉണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോവാം. അതിൻ്റെ നമുക്കെന്തായാലും പെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോവാം. ചാർജ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിനെന്തായാലും അതിന് മുമ്പ് ഒരു ഓവർവ്യൂ കാണിച്ചിട്ട് അതിൻ്റെ. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ഹാമറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഹാമറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ വിത്ത് ഗോൾഡാണ്, അതുകൊണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാധനം നല്ല സ്മൂത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എന്തായാലും വെച്ച് നോക്കാം. പിന്നെ അതിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. നമുക്ക് പവർ ബട്ടൺ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ കോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമുക്കത് വയർഡായിട്ട് ഉപയോഗിക്കട്ടെ. അത് വേറെ കാര്യം, നമുക്കിവിടെ എക്സ്റ്റെൻഡും ചെയ്യാൻ വേണമെങ്കിൽ. നല്ല ടൈറ്റാണ്, നല്ല ടൈറ്റാണ് കേട്ടോ. ഇത് എക്സ്റ്റെൻഡാണ്. റൈറ്റും ഇതിൻ്റെ ഇൻഡിക്കേറ്ററോടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ മടക്കി വയ്ക്കും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഫോൺ എടുക്കാം. ബ്ലൂടൂത്തിലേക്ക് പോവാം. ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അപ്പോൾ നമ്മുടെ കുറേ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂടൂത്തിലേക്ക് നമ്മുടെ ഓൺ ചെയ്യാണ്. അപ്പോൾ ഇത് അമർത്തി പിടിക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് വോയിസ് വരുന്നുണ്ട്, പവറിങ് ഓൺ ആയിട്ട്. പക്ഷേ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, അത് കുറേപ്പോയി. ചെറിയൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററെങ്കിലും വെക്കായിരുന്നു. എനിക്കതൊരു ലൈറ്റ് ഇവിടെ കാണാനില്ല. നമ്മുടെ ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നത് കേട്ടോ. നമുക്ക് ഓക്സ് കേബിളും അവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ താഴെ. ഒരു മൈക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഡിറ്റക്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഇതിൻ്റെയും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തായാലും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം. താഴെയായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാ ബാഷ് 2.0 നിങ്ങൾ കാണണ്ടായിരിക്കും. അപ്പോൾ ഞാനത് പെയറിംഗ് കൊടുത്തു. അപ്പോൾ അതിൽ പേരൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലോ കോൺടാക്റ്റ് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് പെയറിങ് ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബാറ്ററി 70% ആണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് AC സപ്പോർട്ട് വരുന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. ഞാൻ ഗാനം എടുത്തു. അപ്പോൾ ഞാനിത് എന്തായാലും വെക്കട്ടെ കേട്ടോ. എന്തായാലും ഞാനത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കണ്ടോ. ഇത് നമുക്ക് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈസി ആയിട്ട് മടക്കും ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവും ചെയ്യും. അപ്പോൾ ഞാനിത് വെച്ചു കിട്ടാം. ഇത് അത്യാവശ്യം വെക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു നോയ്സ് ക്യാൻസലിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് എന്തായാലും ഒരു പാട്ട് വെച്ച് നോക്കാം. ഞാൻ പാട്ട് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70.
കുഴപ്പമില്ല കേട്ടോ. ബാസ് പക്ഷേ ഭയങ്കര ബാസൊന്നുമില്ല കേട്ടോ. കാണുമ്പോഴുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, ഭയങ്കര ബാസൊന്നുമില്ല. പക്ഷേ സൗണ്ട് ഭയങ്കര ലൗഡാണെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തേക്ക് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഫുൾ വോളിയത്തിൽ ചെറുതായിട്ട് നമുക്ക് വോളിയം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഫുൾ വോളിയത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്രീസ് നോക്കാം. അത് ശരിക്കും ഫുൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ മൈക്കിനോടേക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടു, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫുൾ വോളിയത്തിൽ നമുക്ക് വോയിസ് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു 50-60 വോളിയത്തിൽ കേട്ടാൽ മതി. പക്ഷെ നല്ല എന്താ പറയുക, ക്ലിയർ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാസ് ഒരു ഞാൻ പോരാ, അല്ല ബാസ് ഭയങ്കര ബാസൊന്നുമില്ല. അപ്പോൾ ബാസ് ലെവേഴ്സ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ വോക്കൽസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ, അതുപോലെ നമുക്ക് ഈ വർക്കും കാര്യങ്ങളൊക്കെ, അതുപോലെ കോളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ വോക്കൽസ് ഭയങ്കര ക്ലിയർ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടിലൊക്കെ നിങ്ങൾക്ക് വോയിസ് ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, നല്ല ട്രിബിളും ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാസ് ഇല്ല, ബാസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്കൊരു ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല അവിടെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. കണ്ടാൽ തന്നെ ഒരു 10,000 രൂപയുടെ ക്വാളിറ്റി തോന്നുമെങ്കിലും നമുക്ക് 2,000 രൂപയുടെ താഴെ നമുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹെഡ്ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. 2 മോഡലുണ്ട്, ഫുൾ ബ്ലാക്ക് മോഡലുണ്ട് വരണം, പിന്നെ ഈ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ റൂളും താഴെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഗീവ് അവേ രണ്ടെണ്ണം അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.